ഹലോ, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ക്ലാസ്സാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മളിത് ബോർ തിയറിയിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പം ബോർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു. എന്താണ് ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിൻ്റെ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ്. അതായത് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള നമ്മൾ ഇപ്പോൾ വരെ പഠിച്ചതിൽ ഏറ്റവും നല്ല തിയറിയാണ് ബോർ തിയറി. അതിന് പ്രശ്നങ്ങളില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ പ്രഡിക്ഷൻസ് പല കാര്യങ്ങളും ശരിയായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതിന് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ബോർ തിയറിയിലുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, അതിൻ്റെ അസംഷൻ എന്താണ്. ഒരു അസംഷൻ എന്ന് പറയുന്നത് അതായത് ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞല്ലേ. ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനത്തെ സ്റ്റേറ്റ്സിനെ നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നാണ് വിളിച്ചത്. ഓർ ഓർബിറ്റ്സ്, റൈറ്റ്. ബോർ തിയറിയിൽ ഉള്ള ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ബോർ ഓർബിറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും നിശ്ചിതമായിട്ടുള്ള കുറച്ച് ഓർബിറ്റുകളുണ്ട്. അപ്പം ഇലക്ട്രോൺ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഉള്ളത്. ആൻഡ് ഇത് n=1 ഓർബിറ്റാണ്, n=2 ഓർബിറ്റാണ്, n=3 ഓർബിറ്റാണ്, അങ്ങനെ പോകുന്നു. where n is the principal quantum number. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സോ നമ്മൾ ബോർ തിയറിയിൽ അറിയാം, റേഡിയസ് എന്ന് പറയുന്നത് ഓരോ ഓർബിറ്റിൻ്റെയും റേഡിയസ് എന്ന് പറയുന്നത് Rn goes like n². അതാണ് നമ്മളുടെ ബോർ തിയറിയിൽ കാര്യം. അപ്പോൾ ഈ ബോർ തിയറിയിൽ പറയുന്നത് ആ അസംഷൻ എന്താണ്? ഇഫ് ഇലക്ട്രോൺ remains in the same orbit, it cannot absorb or emit energy. Right? അതായത് ഒരു ഓർബിറ്റ് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം. സപ്പോസ് ഞങ്ങളുടെ ഇലക്ട്രോൺ ഈ ആദ്യത്തെ ഓർബിറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. സോ അതിങ്ങനെ എന്താണ് ആ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ എന്താണ് ആ ഓർബിറ്റിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ആ ഓർബിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ അതിന് എനർജി അബ്സോർബോ എമിറ്റോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ബോർ തിയറിയിലെ ഒരു അസംഷനാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റുലേറ്റാണ്. റൈറ്റ്? എനർജി എപ്പോഴാണ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്? ഈ n=1 എന്ന് n=2 പോവാണ്, അല്ലെങ്കിൽ n=3 പോവാണ്. ആ കേസിൽ ഒരു ക്വാണ്ട ഓഫ് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് n=3 എന്നൊരു ഓർബിറ്റിൽ ഇങ്ങനെ പോവായിരുന്നു, അല്ലെങ്കിൽ n=2 എന്നൊരു ഓർബിറ്റിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് നേരെ n=1 ചാടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വാണ്ട ഓഫ് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഒരേ ഓർബിറ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് എനർജി അബ്സോർബോ എമിറ്റോ ചെയ്യാൻ പറ്റില്ല എന്നാണ് ബോർ തിയറിയിലെ ഒരു അസംഷൻ. ആ അസംഷൻ ശരിയാണ്. ആക്ച്വലി നമുക്ക് ഇലക്ട്രോഡൈനാമിക്സിൽ അറിയാം. എന്താണ് ഇലക്ട്രോഡൈനാമിക്സിൽ അറിയാവുന്നത്? ആക്സിലറേറ്റഡ് ചാർജ് radiates. Right? And ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള ഒരു തിയറിയാണ്. കാരണം നമുക്ക് ഇലക്ട്രോഡൈനാമിക്സിൽ നിന്ന് ഒരുപാട് പ്രിഡിക്ഷൻസ് ഉണ്ട്, അവയൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇലക്ട്രോഡൈനാമിക്സിലെ മോഡൽ അനുസരിച്ചിട്ട് നിങ്ങൾ എന്താണ് ഒരു r എന്നുള്ള ഒരു ഡിസ്റ്റൻസിൽ നമ്മളുടെ ഇലക്ട്രോണെ തുടങ്ങുകയാണ്. അതിന് എനർജി റേഡിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താണ്, ഒരു സർക്കുലർ ഓർബിറ്റ് എന്ന് പറയുമ്പോഴേക്കും അത് ആക്സിലറേറ്റഡ് ഓർബിറ്റാണ്. അപ്പോൾ അതിങ്ങനെ എനർജി കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേറ്റ് ചെയ്ത് പോയാലേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ റേഡിയസിൻ്റെ അതിൻ്റെ പാത്ത്, അതിൻ്റെ ഡിസ്റ്റൻസ്, റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരും.
അതായത് ആ ഇലക്ട്രോണ് സ്പൈറൽ ഇൻ ടുവേർഡ്സ് ന്യൂക്ലിയസ് നടക്കണം. അതാണ് ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ പ്രഡിക്ഷൻ. പക്ഷേ ബോർ തിയറിയിൽ as long as electron remains in orbit, no radiation. ഇത് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, റൈറ്റ്? ഇലക്ട്രോ ഡൈനാമിക്സിൽ നിന്ന് ഉള്ള കാര്യം ശരിയാണെന്ന് നമുക്ക് വേറെ പല സ്ഥലത്തു നിന്നും അറിയാവുന്ന ഒരു കാര്യവും, ബോർ തിയറിയിൽ ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിമൈൻസ് ഇൻ ഓർബിറ്റ് ദർ ഇസ് നോ റേഡിയേഷൻ, അതൊരു അബ്സോർപ്ഷനോ എമിഷനോ ഇല്ല എന്നുള്ളത് ബോർ തിയറിയിലെ അസംഷനുമാണ്. പ്രശ്നം മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് വളരെ റോങ് ആയിട്ടുള്ള ഒരു അസംഷനാണത്. ഇനി നമ്മൾ ആക്ച്വൽ ക്വാണ്ടം മെക്കാനിക്സും കൂടെ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ് എന്ത്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, റൈറ്റ്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇലക്ട്രോൺ കൃത്യം ഇവിടെയാണ്, അത് ഒരു ഇലക്ട്രോൺ കൃത്യം ഈ ഒരു പാത്തിൽ ഇത്ര സ്പീഡോടെ കൂടി സഞ്ചരിക്കുകയാണ്, അങ്ങനെയൊന്നും പിന്നെ പറയാൻ പറ്റില്ല, അല്ലേ? ഒന്നുകിൽ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ പറയാൻ പറ്റും, അപ്പോൾ മൊമെൻറ്റത്തിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മൊമെൻറ്റം പറയാൻ പറ്റും, പൊസിഷനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, റൈറ്റ്? അതല്ലെങ്കിൽ ഒരു സമയത്ത് ഇലക്ട്രോണിന് ഇത്ര എനർജി ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. ഒന്നുകിൽ ആ ടൈം പീരീഡിനെ കുറിച്ച്, അതായത് ടൈം ഇൻ്റർവെല്ലിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ എനർജിയെ കുറിച്ച് പറയാം. അല്ല, എനർജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടൈമിനെ കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, അല്ലേ? അതായത് ഡെൽറ്റ എസ് ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഹാസ് ഫൈനൈറ്റ് എറർ. അല്ല എങ്കിൽ ഡെൽറ്റ ഇ ഡെൽറ്റ ടി, ഇതിനൊക്കെ എന്താണ്? ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്നാണ് ആക്ച്വൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. ഓക്കെ, സോ ഇത് എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും ഫൈനൈറ്റ് എറർ ഉണ്ട്. അതായത് എക്സും പി എക്സും ഒരുമിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനർജിയും ടൈമും ഒരുമിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബോർ തിയറിയിലെ ആക്ച്വൽ ഓർബിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്? ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു, അല്ലേ? ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പാത്താണ്, സർക്കുലർ ആയിട്ടുള്ള പാത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വേർ ആ റേഡിയസ് എന്ന് പറയുന്ന ആ ക്വാണ്ടം നമ്പർ അനുസരിച്ചിട്ടാണുള്ളത്. അതേപോലെ എനർജി ആണെങ്കിലും എന്താണ്? ആ എന്നിലൊരു ഡിപ്പെൻഡൻസ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് എങ്ങനെ പറയാൻ പറ്റും? അതാണ് ഈ ബോർ തിയറിയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ബോർ തിയറി എന്താണ്? ആ പ്രെഡിക്ഷൻസ് ഫ്രം ബോർ തിയറി ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിൽ കറക്റ്റാണ്. വിച്ച് മീൻസ് അത്ര കറക്റ്റ് അല്ലാത്ത അസംഷൻസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തിയറിയാണ്, പക്ഷേ അതിൻ്റെ റിസൾട്ട്സ് സൗണ്ടാണ്. Now, how do we relate this? അതായത് നമുക്ക് അറിയാം ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് എവറിഡേ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതായത് ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് എവറിഡേ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്കറിയാം അത് ശരിയാണ്. എന്നാൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിന് ബോർ തിയറി ശരിയാണ്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്? ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ബോർ തന്നെ പ്രപ്പോസ് ചെയ്തൊരു കാര്യമാണ് എന്ത്? ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. അത് വർക്ക് ചെയ്യുന്നത് കറസ്പോണ്ടൻസ് ലിമിറ്റ് എന്നൊരു ലിമിറ്റിലാണ്. കറസ്പോണ്ടൻസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം നമ്പേഴ്സ് ഡിസ്ക്രൈബിങ് ദ സിസ്റ്റം വളരെ ലാർജ് ആണ്.
ബോർ തിയറിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ n ലാർജ് ആണ്. ആ കേസിൽ ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് അറ്റ് ദ കറസ്പോണ്ടൻസ് ലിമിറ്റ് we demand that quantum physics or Bohr theory gives classical results. ഇത് രണ്ടും ഈക്വലൻ്റ് ആണ്. അതായത് ആസ് n tends to large, quantum physics അല്ലെങ്കിൽ ബോർ തിയറി gives classical results. അതാണ് ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ. അതാണ് എന്ത്, ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് എന്ത്, ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നമ്മൾ പറഞ്ഞു റേഡിയസ് എന്ന് പറയുന്നത് ഗോസ് ലൈക്ക് n² ആണ് ഇൻ ബോർ തിയറി, റൈറ്റ്. അപ്പോൾ ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സിൽ നിന്ന് നമുക്ക് എന്താണ്, ഒരു ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അത് റേഡിയേറ്റ് ചെയ്യും ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സിൽ അല്ലേ. എത്രയാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് നോക്കാം. ആ ഫ്രീക്വൻസി വുഡ് ഡിപ്പെൻഡ് ഓൺ ദ റേഡിയസ്. ഓക്കെ, ആൻഡ് ലെറ്റ് us മേക്ക് ദിസ് അസംപ്ഷൻ. അതായത് ബോർ തിയറി അനുസരിച്ചിട്ടുള്ള റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ക്ലാസിക്കൽ ഫിസിക്സിൽ ആക്ച്വലി n² ആവശ്യമില്ല, പക്ഷേ നമ്മൾ എവിടെയാണ് ആ ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഈ ഒരു റേഡിയസ് ഉണ്ടല്ലോ, ആ റേഡിയസ് ആക്ച്വലി n² പ്രൊപ്പോർഷനിലാണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് എങ്കിൽ ആ ഫ്രീക്വൻസി ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സ് പ്രകാരം വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏകദേശം there are constants ഒക്കെ ഉണ്ട്, n³ 1/n³ അനുസരിച്ചിട്ടാണ് ഫ്രീക്വൻസി വരുന്നത്. എന്നാൽ ബോർ തിയറിയിൽ ഒരു ബോർ തിയറിയിൽ എന്താണുള്ളത്, ന്യൂക്ലിയസ് ഉണ്ട്, ഓർബിറ്റ്സ് ആണുള്ളത്, സർക്കുലർ ഓർബിറ്റ്സ് ആണ് കേട്ടോ, ഞാൻ വരയ്ക്കുന്നത് അത്ര ശരിയല്ല. ഓക്കെ, എന്നിട്ട് ഒരു ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇത് n, ഇത് n+1, ഇത് n-1, റൈറ്റ്. അങ്ങനത്തെ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴേക്കും ഉള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഗോസ് ലൈക്ക് സേ n-12 ഇൻറ്റു n² n-1². ഇതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സിൽ ഉള്ള ഇത് ക്യൂബാണ്. ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഫ്രീക്വൻസിയും ബോർ തിയറിയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഫ്രീക്വൻസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ വെൻ n is large നമുക്ക് അപ്രോക്സിമേഷൻസ് എടുക്കാം. n-12 is almost like n ആണ്, അതേപോലെ n-1 is also almost like n ആണ് എങ്കിൽ, so this is frequency classical, this is frequency Bohr, then frequency Bohr would be എന്താണ്, ഈ അപ്രോക്സിമേഷൻ n is large എന്നുള്ള അപ്രോക്സിമേഷൻ എടുത്തു കഴിഞ്ഞാൽ n divided by n², so that is 1/n³. So when n is large എന്ത് സംഭവിക്കുന്നു, ഫ്രീക്വൻസി Bohr equals ഫ്രീക്വൻസി ക്ലാസിക്കൽ. ഇതാണ് നമ്മളുടെ ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി show here itself. അതായത് നമ്മളുടെ ന്യൂക്ലിയസ് ഓർബിറ്റുകൾ വരയ്ക്കുകയാണ്. ഞാൻ വരയ്ക്കുന്നത് അത്ര ശരിയല്ല, സ്റ്റിൽ ഓക്കെ.
വളരെ ലാർജ് n ആകുമ്പോഴേക്കും ഓർബിറ്റുകൾ അടുത്തടുത്ത് വരും. റൈറ്റ്, മുട്ടിക്കാതെ വരയ്ക്കണം. തമ്മിൽ മുട്ടുന്നില്ല എന്ന് വിചാരിക്കാം. അതായത് ബോർ തിയറിയിൽ n grows like n square ആണ്. ഓക്കെ, അതായത് when n is small, orbits are far apart. When n is large, orbits are close to it. Right? ഇനി സോ n ഈക്വൽ ടു സ്മോൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ജമ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രീക്വൻസി എമിറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് കറസ്പോണ്ട്സ് ടു ആ ബോർ ഫ്രീക്വൻസിയാണ്. ആൻഡ് അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുകയാണ്. റൈറ്റ്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുകയാണെങ്കിൽ സോ ഇത് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ജമ്പുകളാണ്. ഇനി സപ്പോസ് ഈ ഓർബിറ്റിൽ നിന്ന് ഈ ഓർബിറ്റിലേക്ക് വരികയാണെന്ന് വിചാരിക്കാം. റൈറ്റ്, തൊട്ടടുത്തുള്ള 2 ഓർബിറ്റാണ്. ആ ഓർബിറ്റിൽ നിന്ന് ഈ ഓർബിറ്റിലേക്ക് വരികയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. റൈറ്റ്, സോ ദാറ്റ് ഈസ് ബിക്കോസ് ദ ഓർബിറ്റ്സ് ആർ ക്ലോസ് ടുഗദർ, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പോലെയാണ്. റൈറ്റ്, ആൻഡ് എന്താണ് ഇലക്ട്രോൺ നേരെ ഇങ്ങനെ വരികയല്ല, കാരണം എന്താണ് ആ ഓർബിറ്റിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ലുക്സ് ലൈക്ക് എന്താണ് ഇങ്ങനെ സ്പൈറലിംഗ് ഇൻ പോലെയാണ് ലാർജ് ഇതിൽ തോന്നുക. എന്നിട്ട് കറസ്പോണ്ടൻ്റ് ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴെന്താണ് പിന്നെ സ്പൈറലിംഗ് ഇന്നല്ല, പിന്നെ ഈ ഓർബിറ്റിൽ കൂടെ എക്സാക്ട്ലി സഞ്ചരിക്കുന്നു. എനർജി ലൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഇവിടെയും അത് തന്നെയാണ്, ആ ജമ്പിങ് തന്നെയാണ് ലാർജ് എന്നിലും നടക്കുന്നത്. പക്ഷേ ബിക്കോസ് ദീസ് ഓർബിറ്റ്സ് ആർ ക്ലോസ് ടുഗദർ, ഇലക്ട്രോൺ ജമ്പിങ് from one orbit to another looks like എന്താണ് കണ്ടിന്യൂസ് ട്രാൻസിഷൻ പോലെ പോകും, സ്പൈറലിംഗ് ഇൻ പോലെ തോന്നുന്നുണ്ട്. അതാണ് എന്ത് ഇലക്ട്രോ ഡൈനാമിക്സിൽ, അത് ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്പൈറലിംഗ് ഇൻ എന്നുള്ള ഫിനോമിനൻ ഈസ് ആക്ച്വലി എന്താണ് ആക്ച്വലി ആ ബോർ ഓർബിറ്റുകളിൽ നിന്നുള്ള ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ജമ്പ് തന്നെയാണ്. പക്ഷെ ആ ഓർബിറ്റുകൾ വളരെ ക്ലോസ് ടുഗദർ ആയതുകൊണ്ട് നമ്മൾ അത് ഒബ്സർവ് ചെയ്യുന്നത് ഒരു കണ്ടിന്യൂസ് ട്രാൻസിഷൻ ആയിട്ടാണ്. അതാണ് ബോർ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും സെയിം കാര്യം തന്നെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇൻ ദ കറസ്പോണ്ടൻസ് ലിമിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബോർ തിയറി ഗിവ്സ് ദ ക്ലാസിക്കൽ റിസൾട്ട്സ്. അതിൻ്റെ ഒരു എക്സാമ്പിളും നമ്മൾ കണ്ടു.